കാരണം ഇന്നലെ യുവേഫ സൂപ്പർ കപ്പ് ഫൈനലില് എന്താ പറയാ ഒരു പ്രാക്ടിക്കൽ ഗെയിമാണ് ഇന്നലെ കാണാൻ പറ്റിയത്. അത് ടോട്ടൻഹാം എന്താണോ ഉദ്ദേശിച്ചത് അത് അടിപൊളിയായിട്ട് വെൽ പ്ലാൻ ആയിട്ട് ഇന്നലെ ചെയ്തു. പക്ഷേ ടോട്ടൻഹാമിനെ നിലനിർത്താനുള്ള ഒരു പ്ലെയേഴ്സോ അതിനുള്ള ശേഷി അവർക്ക് ഉണ്ടായില്ല. കാരണം രണ്ട് സെറ്റ് പീസിലാണ് രണ്ട് ഗോൾ വന്നത്. PSG ബിൽഡപ്പും കാര്യങ്ങളൊന്നും ചെയ്യാൻ ഒരു സമയത്തില്ല. പക്ഷേ ടോട്ടൻഹാം ബോള് കൂടുതൽ നേരം ബോൾ പൊസിഷനോ അതുപോലെ തന്നെ കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യേ അങ്ങനെയൊന്നും ചെയ്തില്ല. പക്ഷെ PSG കൂടുതൽ ബോൾ കൈയടക്കി നന്നായി ചാൻസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. പക്ഷെ അതൊരു 80 മിനിറ്റ് വരെ വെൽ പ്ലാൻഡ് ആയിട്ട് വെൽ പ്രിപ്പയർ ആയിട്ടാണ് ഡിഫെൻഡ് ചെയ്തിരുന്നത്. പക്ഷെ പിന്നെയുള്ള ഒരു എന്താ പറയാ ആ 80 മിനിറ്റിന് ശേഷമാണ് PSG തിരിച്ചു വന്നത്. PSG കംബാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയാ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അവർ എപ്പോഴോ രണ്ടാമത്തെ ഗോൾ അടിക്കുന്നത് നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് ഗോൾ വന്നതും ഡെംബലയുടെ ക്രോസിൽ പിന്നെ 93-ാമത്തെ മിനിറ്റിലാണ് രണ്ടാമത്തെ ഗോൾ വരുന്നത്. പിന്നെ എന്താ പറയാലും PSG നമുക്ക് ഉറപ്പായിരുന്നു. പക്ഷേ PSG കളിച്ച് ജയിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അതൊന്നും നടന്നില്ല. ഒരു ടോട്ടൻഹാമിന്റെ 2 ഗോൾ വന്നതും 2 സെറ്റ് പീസിന്നാണ്. 2 സ്റ്റോപ്പർ ബാക്കും ഒന്ന് ഹെഡറിലും ഒന്ന് അതേപോലെ സെറ്റ് പീസിൽ തന്നെയാണ് രണ്ടാമത്തെ ഗോൾ വന്നത്. എന്തായാലും വളരെ മനോഹരമായ ഒരു കളിയാണ് ഇന്നലെ കാണാൻ പറ്റിയത്. പക്ഷെ ടോട്ടൻഹാമിന് കൂടുതൽ നേരം ബോൾ പിടിക്കാനോ കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാത്തത് തന്നെ അവരുടെ പ്ലെയേഴ്സ് PSG കോമ്പറ്റ് ചെയ്യാൻ പറ്റിയ പ്ലെയേഴ്സ് അവരിൽ ഇല്ല. അതുകൊണ്ട് മാത്രമാണ്. പക്ഷെ എന്തായാലും നല്ല കളിയായിരുന്നു. ഒരു ഒരു കംബാക്ക് ആരും പ്രതീക്ഷിക്കാത്തൊരു കംബാക്കാണ് 80-ാമത്തെ മിനിറ്റിന് ശേഷം PSG നടത്തിയത്. ആ 2 ഗോളിന് ശേഷം ടോട്ടൻഹാം വലിഞ്ഞ് കൂടുതൽ നേരം ഡിഫെൻഡ് ചെയ്യാനും ബോൾ ഒഴിവാക്കാനാണ് പരമാവധി ശ്രമിച്ചത്. കാരണം ബോള് ക്ലിയർ ചെയ്ത ബോൾ എടുക്കാനോ കളിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു അവസ്ഥയായിരുന്നു. പക്ഷെ അവരുടെ പ്ലാൻ അതായിരുന്നു, ഗോൾ സ്കോർ ചെയ്യുക നിന്നിട്ട് തടുക്കുക എന്നുള്ള പ്ലാനായിരുന്നു. പക്ഷെ ആ പ്ലാന് ഒരു ഗോളുകൊണ്ട് വീണ ശേഷം അത് തിരിച്ചടിച്ചു. ആ പ്ലാന് വളരെ കൃത്യമായിട്ട് PSG പൊട്ടിച്ചു. PSG പെനാൽറ്റിയിൽ കപ്പടിക്കുകയും ചെയ്തു. PSG ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ചെൽസി പോലെ ടോട്ടൻഹാമിന് PSG നിൽക്കാൻ കഴിയില്ല എന്ന്. കാരണം അതിന് മാത്രമുള്ള ടീമില്ല. ടോട്ടൻഹാം ഒരു നല്ലൊരു ഫൈറ്റ് കാഴ്ചവെച്ചു. ഒരു മോശപ്പെട്ട ഫൈറ്റില്ല, ഗംഭീര ഫൈറ്റാണ് കാഴ്ചവെച്ചത്. പെനാൽറ്റി വരെ കളി എത്തിച്ചു. ഇന്ന് ലൂയിസ് എൻറിക്ക് തന്നെ അത് പറയുന്നുണ്ട്. കാരണം അത് 80 മിനിറ്റ് വരെ ടോട്ടൻഹാം അറിയിച്ച വിജയമാണെന്ന്. അത് ശരിയാണ്, വളരെ കറക്റ്റാണ്. ടോട്ടൻഹാം ഗോൾ അടിച്ച് അവർ ഡിഫെൻഡ് ചെയ്ത് നന്നായി പാക്ക് ചെയ്തിട്ടാണ് നിന്നിരുന്നത്. പക്ഷെ ആ ഒരു ഗോൾ വന്നതിന് ശേഷം രണ്ടാമത്തെ ഗോളും വന്നു. പിന്നെ പെനാൽറ്റിയിൽ കപ്പടിക്കുകയും ചെയ്തു. എന്തായാലും PSG എല്ലാവർക്കും എന്താണോ PSG അതിന് നേരെ ഓപ്പോസിറ്റ് തന്ത്രങ്ങൾ പറ്റാൻ കഴിയുന്നുണ്ട്. അതിന് പറ്റിയ പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ അത് ഇന്നലെ ടോട്ടൻഹാം കപ്പടിക്കേണ്ട കളിയായിരുന്നു. ഗെയിമിൽ തന്നെ പെനാൽറ്റിയിൽ എത്താതെ ടോട്ടൻഹാം കപ്പടിക്കാറുണ്ട്. എന്തായാലും നല്ല കളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.